ഉസ്താദെ, മക്കൾ സ്വാലിഹ്യങ്ങളാണ് ഉസ്താദെ. എന്നിലേക്ക് വരാനിരിക്കുന്ന എൻ്റെ ഇണയുണ്ടല്ലോ, അത് സ്വാലിഹത്തായിട്ട് എനിക്ക് കിട്ടണം. എനിക്കിനി വരാൻ പോകുന്ന കുടുംബം ഉണ്ടല്ലോ, അതെനിക്ക് സ്വാലിഹായ ഒരു കുടുംബമായി എനിക്ക് കിട്ടണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ജീവിക്കുന്ന കുടുംബം ഉണ്ടല്ലോ, അത് സ്വാലിഹാകണം. ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ദുആ സാധാരണ ദുആയല്ല. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ദുആയാണ്. ഈ ദുആയിന് ധാരാളം പ്രത്യേകതകളുണ്ട് പ്രിയപ്പെട്ടവരെ. നല്ല മക്കളാകും. പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് തരും. അത് കാരണമായിട്ട് നമ്മുടെ കടങ്ങൾ, വിഷമങ്ങൾ, സാമ്പത്തികമായി എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുന്നതാണ് ഇതിൻ്റെ ഈ ദുആയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതാണ് ആ ദുആ എന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാം. പലരും പറയാറുണ്ട്, ഉസ്താദേ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ആളുകളുടെ മുന്നിൽ വളരെ നല്ല രൂപത്തിൽ, പാപമൊന്നും ചെയ്യാത്ത രൂപത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ആളുകളില്ലാത്ത സമയത്ത് എൻ്റെ രഹസ്യ ജീവിതത്തിൽ എനിക്ക് പാപങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയിട്ടുള്ള ദുആയാണ് പ്രധാനമായും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പരസ്യ ജീവിതത്തെക്കാൾ സുന്ദരമായ രഹസ്യ ജീവിതം ലഭിക്കാൻ, അതായത് പരസ്യ ജീവിതം പാപമുക്തമായ ജീവിതമാകുന്നതോടൊപ്പം തന്നെ രഹസ്യ ജീവിതത്തിലും പാപമില്ലാത്ത, തെറ്റില്ലാതെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ കഴിയുന്ന, അതിന് കാരണമാകുന്ന, അതിനെ സഹായിക്കുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ് ആ ദുആ ഇൻഷാ അല്ലാഹ് പഠിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി നാഥനോട് എപ്പോഴും ദുആ ചെയ്യുന്നു. ഇന്നത്തെ വിശേഷം നമുക്കറിയാം. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ജുമുഅ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ടുള്ള ദിവസം. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 79 വർഷം തികയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം ധീര സേനാ നായകന്മാർ പുറപ്പെട്ടു. അതിൽ മുസ്ലിമീങ്ങൾക്ക് ധാരാളം പങ്കുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണ് പ്രിയപ്പെട്ടവരെ. ധാരാളം മഹത്തുക്കൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് പടപൊരുതാൻ പോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതിയ ധാരാളം മഹത്തുക്കൾ പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെയും സ്മരിക്കേണ്ടുന്ന ഒരു സമയമാണ്. അള്ളാഹു അവരുടെയൊക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്കൊക്കെ ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ദുആയാണ് പഠിക്കുന്നത്. അതാര് പഠിപ്പിച്ചെന്ന ദുആയാണ്? ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചെന്ന ദുആയാണ്. ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുക്കാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും പറയാണ്, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമറേ, ഖുൽ, നീ പറയാ, നീ ദുആ ചെയ്യാ, നിന്റെ ദുആയിൽ നീ ഉൾപ്പെടുത്തണം ഉമറേ. എന്തെന്നാണെന്നറിയോ? അല്ലാഹുമ്മ ജഅൽ സരീറതി ഖൈറൻ മിൻ അലാനിയ വജഅൽ അലാനിയതി സ്വാലിഹ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ സ്വാലിഹിൻ മാ തുഅ്തിന്നാസ മിനൽ മാലി വൽ അഹ്ലി വൽ വലദ് ഗൈറ ളാലിം വലാ മുളിൽ. പ്രിയപ്പെട്ടവരെ, വളരെ പുണ്യമേറിയ ദുആയാണ് പ്രിയപ്പെട്ട. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും സഹായകമാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കും. എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരും. ഇനി ഒരു കാര്യം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ രൂപത്തിൽ മുത്തുനബി തങ്ങൾ നിർദ്ദേശിച്ചതായിട്ടുള്ള പുണ്യമാക്കപ്പെട്ട ദുആയാണ്. ഈ ദുആയിന്റെ അർത്ഥം നമുക്ക് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽ സരീറതി ഖൈറൻ മിൻ അലാനിയതി. അല്ലാഹുവേ, എൻ്റെ പരസ്യ ജീവിതത്തെക്കാൾ ഖൈറാക്കണേ. എൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഖൈറാക്കണേ അല്ലാഹ്. നാലാള് കൂടുന്ന സമയത്ത് തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അത് എല്ലാവർക്കും കൊണ്ട് പറ്റുന്ന കാര്യമാണ്. പക്ഷെ ആരുമില്ലാത്ത സമയത്ത്
അള്ളാഹുവിനെ ഓർത്തിട്ട് തെറ്റിനെ ഉപേക്ഷിക്കാൻ വളരെ വിരളമായ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവർ. അതിനു വേണ്ടിയിട്ടുള്ള ദുആയാണ്. അള്ളാഹുവേ, പരസ്യമായിട്ടുള്ള ജീവിതം, എൻ്റെ രഹസ്യമായിട്ടുള്ള ജീവിതം പരസ്യമാക്കപ്പെട്ട ജീവിതത്തെക്കാൾ ഹൈറാക്കി തരണേ അല്ലാ എന്ന് പറയാണ്. അങ്ങനെ ദുആ ചെയ്യാൻ കൽപ്പിക്കുകയാണ് മുത്തു നബിതങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ പരസ്യ ജീവിതം അത് സ്വാലിഹാക്കി തരികയും ചെയ്യണമേ, നല്ല ജീവിതമാക്കി തരണേ. എൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ ഹൈറാക്കി തരികയും എൻ്റെ പരസ്യ ജീവിതമാണെങ്കിലോ അത് സ്വാലിഹായ ജീവിതമാക്കി തരണേ അല്ലാ. എന്ത് സുന്ദരമായ ദുആയാണ് അല്ലേ! മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന, ഉപയോഗപ്പെടുത്താവുന്ന അത്ഭുതമായ ദുആയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തീർന്നില്ലല്ലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നതെന്നറിയുമോ? മിൻ സ്വാലിഹി മാ തുഅ്തിന്നാസ മിനൽ മാലി വൽ അഹ്ലി വൽ വലദ്. അല്ലാഹുവേ, നീ ജനങ്ങൾക്ക് നൽകുന്ന സമ്പത്തുണ്ടല്ലോ, അതിലേറ്റവും സ്വാലിഹായ സമ്പത്ത്, അതിലെ ഏറ്റവും സ്വാലിഹായ സന്താനം, അതിലേറ്റവും സ്വാലിഹായ കുടുംബമുണ്ടല്ലോ, അത് നീ എനിക്ക് തരണേ അല്ലാ. ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇന്നി അസ്അലുക, അള്ളാഹു നിന്നോട് ചോദിക്കുന്നു. മിൻ സ്വാലിഹി മാ തുഅ്തിന്നാസ, നീ ജനങ്ങൾക്ക് നൽകുന്ന സ്വാലിഹായ മിനൽ വലദ്, സന്താനമാകട്ടെ, വൽ അഹ്ല്, കുടുംബമാകട്ടെ, അതുപോലെ തന്നെ മിനൽ മാൽ, സമ്പത്തും, സമ്പത്ത്, സന്താനം, കുടുംബം, ഇത് മൂന്നും സ്വാലിഹായത് നീ എനിക്ക് തരണേ അല്ലാഹ്. എന്ത് വലിയ ദുആയാണ്! ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, വലിയ ദുആയാണ്. അതുപോലെ തന്നെ ഗൈറ ളാലിൻ വലാ മുളിൽ, വഴിപിഴച്ചതും വഴിപിഴപ്പിക്കുന്നതുമായതല്ലാത്തതാക്കണേ അല്ലാഹ് എന്ന് അർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ദിക്ർ, പുണ്യമാക്കപ്പെട്ട ദുആയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുആ കൊണ്ടുള്ള നേട്ടം എന്താണ്? ഒന്നാമത്തെ കാര്യം, അള്ളാഹു രഹസ്യവും പരസ്യവുമായ നമ്മുടെ ജീവിതം ഖൈറിലാക്കി തരും, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ളതാക്കി തരും. അതുപോലെ തന്നെ ജീവിതത്തിൽ, സമ്പത്തിൽ, മക്കളിൽ വലിയ ബറക്കത്ത് അള്ളാഹു തരും. സാമ്പത്തിക നേട്ടം, മക്കളില്ലാത്തവർക്ക് അള്ളാഹു നല്ല മക്കളെ കൊടുക്കും. ഏതെങ്കിലും മക്കളെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, മോശ സ്വഭാവത്തിന്റെ ഉടമകളായ മക്കളെ കൊടുത്തിട്ട് കാര്യമില്ല. നല്ല മക്കളെ അള്ളാഹു തആല നൽകുന്നതാണ്. അതുപോലെ തന്നെ നല്ല ജീവിതം അള്ളാഹു കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയേറെ പുണ്യം ലഭിക്കുന്ന പുണ്യമാക്കപ്പെട്ട ദുആയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമുക്ക് പതിവാക്കാം. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലണം, നിങ്ങൾ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഈ ഒരു ദുആ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരണം, ദിവസവും കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നതോടുകൂടി, ഒന്നല്ല, നിങ്ങൾക്ക് എത്ര കഴിയോ അത്രയും ചൊല്ലുക. ഇനി ഒന്നാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും, മക്കളിൽ ബറക്കത്തുണ്ടാകും, സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും. നമുക്ക് പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യം വരില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവർ, നമുക്കിതൊക്കെ തന്നതാരാണ്? അള്ളാഹു അല്ലേ? ഒരൊറ്റ നിമിഷം മതിയല്ലോ ഇതൊക്കെ ഇല്ലാതാക്കി കളയാൻ. ഒരു രോഗം മതിയല്ലോ അതൊക്കെ ഇല്ലാതാവാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച ജുമാ ദിവസത്തിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന നല്ല ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിച്ചത്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഒരുപാട് പേര് ഇൻഷാ അല്ലാഹ് ദുആ കൊണ്ട് കമന്റ് സെക്ഷനുകളിൽ വസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട്, വിഷമങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ദുഃഖങ്ങൾ അറിയിച്ചിട്ടുണ്ട്, വേദനകൾ, വ്യസനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ, അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. ലക്ഷങ്ങൾ കടങ്ങളാണ് ഉസ്താദെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവർ, അതുപോലെ തന്നെ കച്ചവടം ആരംഭിച്ചിട്ടുണ്ട് ഉസ്താദെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവർ, അതുപോലെ തന്നെ നമ്മെ സഹായിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് ഇതുപോലെ വസിയത്തുകൾ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും നിഅമത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെയൊക്കെയും അള്ളാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ദുആ ചെയ്യണം. ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ, നമ്മുടെ ഖൽബിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യുകയും അതോടൊപ്പം 5 വഖത്ത് നമസ്കാരം വളരെ കൃത്യമായിട്ട് നിർവഹിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ഇഷ്ടപ്പെടാത്തത് പരമാവധി ഒഴിവാക്കിയിട്ട്, അഥവാ പാപങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഉടനടി റബ്ബിനോട് തൗബ ചെയ്ത് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേശം.
അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നിങ്ങളുടെ ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരും അറിയിക്കുന്നതോടൊപ്പം എല്ലാ ദിവസവും ഇന്നലത്തെ വ്യാഴാഴ്ച സ്വലാത്തിന്റെ മജ്‌ലിസിൽ ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ വെള്ളിയാഴ്ച ജുമയുടെ മജ്‌ലിസിൽ ദുആ ചെയ്യും. എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യുന്ന ഉറപ്പോടുകൂടി നിർത്താണ്. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.